എന്റെ അപ്പച്ചായി കഴിഞ്ഞ 2 പണി ഇച്ചിരി കൈവിട്ടു പോയി. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പണിയെങ്കിലും ഒന്ന് കരകയറ്റി തരണേ. പുതിയൊരു പണിക്കാരനെ കിട്ടിയിട്ടുണ്ട്. എങ്ങനാകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ അപ്പച്ചായിട്ട് മിണ്ടത്തില്ല, കൂട്ടുവെട്ടും കേട്ടോ. ഹലോ, സർക്കിളാണേ. എന്നിട്ട് സ്ക്വയർ ആണല്ലോ. അതല്ലടാ, സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന്. എന്താ സാറേ? എന്റെ ജീപ്പ് അവിടെ ഇല്ലേ? സാറിന്റെ ജീപ്പ് സാറിന്റെ പോക്കറ്റിൽ കാണും. ജീപ്പ് അവിടെ ഇല്ലെന്നാണ്. എന്റെ ജീപ്പ് അവിടെ ഇല്ലടാ. ഞങ്ങള് പോലീസുകാര് കള്ളന്മാരെ പിടിക്കാൻ പോകത്തില്ലേ, ആ വണ്ടി അവിടെ ഇല്ലേ? അത് ഇവിടെ ഉണ്ട് സാറേ. ഉണ്ടല്ലേ? സാറ് വരുമ്പോഴത്തേന് വന്നാ മതി കേട്ടോ. ഓക്കെ. സാറ് വരുമ്പോഴേ യൂണിഫോമിൽ വരല്ലേ. പിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഞാൻ എന്തായാലും കുന്നായി വേല കാണിച്ചിട്ട് പോലീസ് പിടിക്കാൻ വരുവാന്ന്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ മഫ്തിയിൽ വരാം. അങ്ങനെ 2 കിലോ എനിക്ക് വാങ്ങിച്ചോട്ട് തരണേ. എന്ത് മത്തിയായിട്ട് വരാന്ന് പറഞ്ഞു? മത്തിയായിട്ട് വരാന്നല്ല, മഫ്തിയിൽ വരാന്നോ. ഞാൻ സിവിലിൽ വരാം. ഞാൻ 150 രൂപയൊക്കെ ചെറിയൊരു സാധനം കൂടെ വാങ്ങിച്ചോട്ട് പറഞ്ഞേ. ഓക്കെ. സിവിൽ സപ്ലൈസിൽ പോകുന്ന കാര്യമില്ലടാ, ഞാൻ സിവിൽ ഡ്രസ്സിൽ വരാന്ന്. എങ്ങനെ വന്നാലും സാറ് ഡ്രസ് ഇട്ടോട്ട് വന്നാൽ മതി, ഞാൻ ശരിയാക്കി ഇട്ടേക്കാം. എന്റെ പൊന്ന് ദൈവം തമ്പുരാന് 2-3 ദിവസം കൊണ്ട് ഒരുത്തൻ പണി പഠിക്കാൻ വരുന്നുണ്ട്. 10-ാം മണിയായിട്ടും അവനെ കാണുന്നില്ല. എനിക്കാന്നാ പണി ചെയ്യാൻ ഇതുപോലും മടിയും. ഇത്രയും നേരം നീ എവിടെ നിൽക്കുവായിരുന്നടാ? എന്റെ ആശാനെ, ഞാൻ ബസ്സൊക്കെ കേറി ഇഞ്ഞു വരണ്ടേ? എടാ, ഒരു സ്കൂട്ടർ വാങ്ങിച്ചു തരാൻ പറയടാ. അയ്യോ പറ്റത്തില്ല, ഇപ്പോഴത്തെ പെട്രോളിന്റെ വില വെച്ച് നമുക്ക് സ്കൂട്ടർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഭയങ്കര വിലയല്ലേ പെട്രോളിന്? ഭയങ്കര വില പെട്രോളിന്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോഴാണ് പെട്രോളിന് വില കൂടുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിലെ 2 രൂപ ഉള്ള ടങ് ക്ലീനറിന് അത് വാങ്ങിച്ച് നാക്കെന്ന് പഠിക്കണം. ക്രൂഡ് ഓയില് തല ഇരിക്കുന്നത് ചോറ്, തലച്ചോറോ? എനിക്ക് തിന്നാനുള്ള പൊതിച്ചോറ് എനിക്കൂടെ ഉള്ളതാണ്. അല്ലല്ല, ഇത് മൊത്തം എനിക്ക് തിന്നാനുള്ള ഉച്ചക്ക്. ഒന്ന് പിടിക്കാവോ? എന്റെ പുല്ല് ദൈവമേ, സിമന്റ് ചാക്ക് പോലെ ഉണ്ടല്ലോ. എന്തൊക്കെ ഉണ്ടോ അതിനകത്തില്? ഇതിനകത്ത് ഇറച്ചിയുണ്ട്, മീനുണ്ട്, മുട്ടയുണ്ട്, പയറുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, കൂവക്കിഴങ്ങുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഹൈപ്പർ മാർക്കറ്റ് മൊത്തം പോഞ്ഞോട്ട് വന്നേക്കുവാ. അയ്യോ, അത്രയ്ക്കൊന്നുമില്ല, എല്ലാം ഇച്ചിരി ഉള്ളൂ. ഈ തിന്നുന്നതൊക്കെ എങ്ങോട്ട് പോവാടാ? അതറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത തവണ ആശാനെ പിടിച്ച് ഞാൻ തിന്നാം. അപ്പൊ റൂട്ട് അറിയാമല്ലോ പോകുന്നത്. അതും നടക്കും. നോക്കിക്കത് പണി ചെയ്യാൻ നോക്കണം. ആശാനെ, ഞാൻ എന്തോ ചെയ്യണം? സാറേ, എന്റെ ചേംബറിൽ ചെന്നിട്ടേ ഞാനൊരു 8 ഫയൽ എഴുതി ഒപ്പിട്ട് സീൽ അടിച്ചു വെച്ചിട്ടുണ്ട്. സാർ അതുകൊണ്ട് കളക്ടറേറ്റ് പോകണം. കളക്ടർ അത് ഒപ്പിട്ട് തരും. എന്നിട്ട് PWD ചെന്നിട്ട് ബില്ല് മാറി എടുക്കണം. എനിക്കിവിടെ വലിയൊരു പാലം പണിയാണ്, ഞാനല്ലേ ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ ബൈക്കിനകത്തെ പണിയൊന്നും ചെയ്യണ്ടേ? അപ്പൊ നിനക്കറിയാം ഇവിടെ എന്തിനാ വരുന്നത്? മര്യാദക്ക് തുണി പറയട്ടെ, പണി ചെയ്യണം. ആശാൻ എന്തോ ചൂടാവുന്നത്? 3-4 ദിവസമായി ഞാനിവിടെ പണിക്ക് വന്നിട്ട് ആശാൻ എന്നെ ഇതുവരെ ഒരു കാര്യം പോലും എന്നെ പഠിപ്പിച്ചില്ല. ഇവനെ എങ്ങനെ പഠിപ്പിക്കും? ഇൻഡിക്കേറ്റർ വാങ്ങിക്കാൻ മിനിഞ്ഞാന്ന് പറഞ്ഞു വിട്ടതാ. 2 മണിക്കൂറായിട്ട് കണ്ടില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോ എന്തുവാ, സിൻഡിക്കേറ്റ് വാങ്ങിന്റെ മുന്നിൽ വായി നോക്കി നിൽക്കുവാ ഈ പണം. അത് തന്നെ എനിക്കൊരു അബദ്ധം പറ്റിയല്ലോ. നീ അങ്ങോട്ടാകത്തില്ല, ഞാൻ മര്യാദക്ക് ചെയ്യാൻ നോക്കണ്ടോ? ആശാന്റെ ബോധം പോയി, എന്റെ ആശാന്റെ ബോധം പോയി, ആശാന്റെ ബോധം പോയി. എന്തോ പൊടിയാളാ ഈ തുണിയില്. ഇത് ഞങ്ങളുടെ അച്ഛൻ പണിക്ക് കൊണ്ടുവന്ന തുണി, അതാ ഇത്രയും പൊടി. നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? പൊടിയൻ. അത്രയും പൊടി. നിങ്ങളുടെ അച്ഛൻ ഏത് പണിക്കാ പോകുന്നത്? അച്ഛൻ ഗോതമ്പ് പൊടിക്കാൻ പോവാ. പാറക്കോറി പോയായിരുന്നു മിറ്റിൽ വാരി എന്ന് ഏത്തിട്ടേ. അയ്യോ, എന്റെ കണ്ണ് നീർന്നു. എന്താ വെള്ളം എടുത്താ കുടങ്ങ്? ഞാൻ തന്നെ ഈ വെള്ളം എടുത്താ ഒഴിച്ചേ. അയ്യോ, ബാറ്ററി വെള്ളം എടുത്തല്ലേ മുഖത്തൊഴിച്ചെന്റെ കണ്ണ് പോകണ. ബാറ്ററി വെള്ളമാണ്. ഇത് ബാറ്ററി വെള്ളമായിരുന്നു. അതാണ് ഇങ്ങനെ ചൂടാവാതെ. എനിക്കല്ലേലും ഈ വർക്ക്ഷോപ്പ് പണി ഇഷ്ടമല്ല, ഇത് കൊള്ളത്തില്ല, അഴുക്ക ഇച്ചേച്ചിയായി പണി. എടാ, നീ വർക്ക്ഷോപ്പ് പണി അങ്ങനെ പൂച്ചയ്ക്കല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് എല്ലാ പണിയൊന്നും പഠിപ്പിക്കണ്ട. ആശാൻ എന്നെ 2 നട്ട് മുറുക്കാൻ പഠിപ്പിച്ചാൽ മതി. ഞാൻ അതുകൊണ്ട് ഗൾഫിൽ പോയി രക്ഷപ്പെട്ടോളാം. ആദ്യം നിന്റെ തലയ്ക്കകത്ത് 2 നട്ട് മുറുക്കണം. നീ ഒരു കാലത്ത് രക്ഷപ്പെടത്തില്ലെന്ന്. എനിക്കറിയാം. ആശാന്റെ കൂടി ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടത്തില്ല. ആശാൻ കണ്ടോ, ഞാൻ ആറ്റിങ്ങിലെ വർക്ക്ഷോപ്പിൽ പോയിരിക്കും, എന്നിട്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെടും. എടാ, പാലാരി വട്ടത്തെ ഈ വർക്ക്ഷോപ്പിൽ നിന്നിട്ട് നീ രക്ഷപ്പെട്ടില്ല. നീ ആറ്റിങ്ങിലുള്ള വർക്ക്ഷോപ്പിൽ പോയി എങ്ങനെ രക്ഷപ്പെടാനാ? അയ്യോ, ആശാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാ. ആറ്റിങ്ങിലെ വർക്ക്ഷോപ്പിൽ നിന്നിട്ടുള്ളവരൊക്കെയാണ് ഇപ്പൊ മലയാള സിനിമയിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ചേട്ടാ, അത് ആറ്റിങ്ങിലെ വർക്ക്ഷോപ്പല്ല, ആക്ടിങ് വർക്ക്ഷോപ്പ്. ഇതെന്തുവാ? തൊലി. അതല്ല, നിന്റെ തൊടയിലെ തൊലി. അങ്ങനെയാണോ? നേരം വെളുക്കുന്നതും തൊട്ട് വൈകുന്നേരം വരെ ഇവനെ പിച്ചാൻ എനിക്ക് നേരെ ഉള്ളൂ. എനിക്ക് ഈ ബൈക്കെങ്കിലും ഇന്നൊന്ന് പണിഞ്ഞു കൊടുക്കണോ? എന്നിട്ട് ചുമ്മാ വായി നോക്കി നിന്ന് പറ്റത്തില്ല, അറിയോ? സൂപ്പർവൈസർ നോക്കി നിൽക്കോ എന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ? ഞാൻ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. എടാ, ചെയ്യാൻ മുറുക്കണം. ഇപ്പൊ പറയണ്ടേ? തോമസ് സാറ് പാവാടാ, തോമസ് സാറ് പാവാടാ.
തോമസ് സാറ് പാവാടാ. തോമസ് സാറിന്റെ പാവാടയല്ല, നിന്റെ അച്ഛന്റെ പാളക്കാരൻ അണ്ടർവെയർ. അല്ല ചെയിൻ മുറുക്കാൻ പറഞ്ഞു. എന്റെ കഴുത്തിലെ ചെയിൻ മുറുക്കാനല്ല പറഞ്ഞത്, പിന്നെ? ഈ ബൈക്കിന്റെ ചെയിൻ മുറുക്കാൻ. അത് പറയണ്ട്. അല്ല ഞാൻ ആശാനെ ചോദിക്കട്ടെ, ഈ ബൈക്കിനൊക്കെ എവിടുന്ന ഈ ചെയിന്? മിനിഞ്ഞാൻ നിന്റെ കല്യാണമായിരുന്നു, നിന്റെ അളിയിനിട്ട് കൊടുത്തതാ ചെയിന്. അയ്യോ ഭാഗ്യമുള്ള ബൈക്കാന്നേ. എടാ പഴം വിളിങ്ങി, എന്തൊരു പണി അങ്ങോട്ട്. ഞാൻ ചെയ്യുമല്ലോ ഇത്. ഫ്രണ്ട് ബ്രേക്ക് എങ്ങോട്ട് ഓടുവാ? അല്ല ലഞ്ച് ബ്രേക്ക് ലെഫ്റ്റ് ബ്രേക്ക് തന്നെ പറഞ്ഞത്, നിന്റെ ഫ്രണ്ട് ബ്രേക്ക് പണിയാനാ പറഞ്ഞത്. അങ്ങനാണോ പറഞ്ഞത്? ആശാൻ എന്നോട് ചുമ്മാ കടന്ന് വെച്ചിട്ട് കാര്യമില്ല. എന്നെ കൊണ്ട് ആശാൻ പുറഞ്ഞു മുട്ടി ആശാൻ. അയ്യോ എന്റെ പൊന്നു നമ്പുരാനെ, ഇവരെ പോലുള്ളവരെ പണിക്കെടുത്ത് എന്നെ വേണം തല്ലാനെ കൊണ്ട്. ഇത് നിർത്തിയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്താലെന്ന് ആലോചിക്കുക. ശരി ആശാനെ, ഇത് നിർത്തിട്ട് കുറച്ചേരം ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കും. ചേട്ടാ നീ നന്നാവാത്ത എന്താണെന്നറിയാവോ? എന്താ? നിനക്ക് മറ്റേ 3 സാധനമില്ല. ഏത്? ഗുരുത്വം എന്ന് പറഞ്ഞ 3 അക്ഷരമില്ല. എനിക്ക് ഗുരുത്തമില്ലയോ? ഇല്ല. ആശാനെ ഈ ഗുരുത്തം എവിടെ നിന്ന് കിട്ടും? പഞ്ചായത്ത് ഓഫീസിൽ പോയി അപേക്ഷ കൊടുത്താൽ മതി, നിങ്ങളുടെ വീട്ടിൽ കൊടുത്തരും. നിനക്ക് നിന്റെ അച്ഛനും. ആണോ? അതുകൊണ്ട് എന്റെ അപ്പച്ചന്റെ ഫോട്ടോ കണ്ടോ, അവിടെ പോയി പ്രാർത്ഥിച്ചു അപ്പച്ച എന്നെ പണിയെല്ലാം പഠിപ്പിക്കണം എന്ന് പറ. എന്നാ ഗുരുത്തം കിട്ടുമോ? കൊടുത്തു കിട്ടും. നോക്കട്ടെ. യാ, എന്താ അപ്പച്ചൻ നിന്നെ കടിച്ചോ? ഇത് ആശാന്റെ അപ്പൂപ്പനാണോ ഇത്? എന്റെ അപ്പൂപ്പനത്. ഞാൻ ഈ അപ്പൂപ്പനെ എന്റെ കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ട്. അതങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ എന്റെ അപ്പച്ചനെ നീ കുഞ്ഞുനാളിൽ കാണുന്നത്? ആശാനെ എനിക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോഴേ ഞങ്ങളുടെ അമ്മ എനിക്ക് ചോറ് വാരി തരുമായിരുന്നേ. എനിക്ക് മണ്ണിലേ ഇല്ലേ പിടിച്ച് തന്നോണ്ടിരുന്നത്. അപ്പൊ അമ്മ ചോറ് തരുമ്പോ ഞാൻ തിന്നാൻ മടി കാണിക്കും. നമ്മള് തിന്നാൻ വായില്ലേ കാണിക്കുന്നത്, ഇവര് മടിയാ കാണിക്കുന്നത്. അതല്ലെന്ന്, അമ്മ ചോറ് തരുമ്പോ ഞാൻ തിന്നത്തില്ല. അപ്പൊ അമ്മ എന്നെ പറഞ്ഞ് പേടിപ്പിക്കും, മോനെ കലേഷേ ചോറ് തിന്നില്ലെങ്കിൽ രാത്രി കോക്കാച്ചി ഉറക്കത്തിൽ വന്ന് പേടിപ്പിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന കോക്കാച്ചിയായത്. കറക്റ്റ് കോക്കാച്ചി. എടാ, അത് കോക്കാച്ചിയല്ല, എന്റെ അപ്പച്ചൻ ചാക്കോച്ചിയാ. കോക്കാച്ചി ചാക്കോച്ചി രണ്ടും ചീയുണ്ടല്ലോ. എടാ എടാ, ഈ മനുഷ്യൻ ആരായിരുന്നു അറിയാമോ? ആരായിരുന്നു ഇത്? ഇത് വലിയൊരു പ്രമാണിയായിരുന്നു. ആഹാ, ഈ പുള്ളിയുടെ ബന്ധുവായിരുന്നോ കൊമ്പഞ്ചല്ലിയൊക്കെ? പ്രാണി എന്നല്ല പറഞ്ഞ, പ്രമാണി എന്നാ പറഞ്ഞത്. ആണോ, വലിയ ആളായിരുന്നു ഇത്? വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ ആദ്യമായിട്ട് കാറ് വാങ്ങിച്ചത് എന്റെ അപ്പൂപ്പല്ല. ആണോ? അതെങ്ങനെയുള്ള കാറായിരുന്നു ആശാനെ? ഇന്നത്തെ പോലുള്ള കാറല്ല അന്നത്തെ കാറ്. പിന്നെ ബാക്കിൽ ലിവർ വെച്ച് കറക്കുമ്പോ സ്റ്റാർട്ട് ആവുന്ന കാറായിരുന്നു. അത് ശരി, എന്നെ ആ കാറിന് കാണിക്കാം ആ ആശാനെ. കാറില്ല. അത് എങ്ങോട്ട് പോയി? ഒരു ദിവസം അമ്മൂമ്മ പറഞ്ഞു ഡ്രൈവിംഗ് പഠിക്കണമെന്ന്. അപ്പൊ പറഞ്ഞു നീ ഡ്രൈവിംഗ് സീറ്റ് കയറി ഞാൻ പറയുന്നത് ലിവർ കറക്കാന്ന് പറഞ്ഞു. എന്നിട്ട്? അങ്ങനെ അപ്പൂപ്പൻ ലിവർ കറക്കി, അമ്മൂമ്മയുടെ കാർ ഒരൊറ്റ പോക്ക് പോയി. അമ്മൂമ്മയും കാറും തിരിച്ചു വന്നിട്ടേ ഇല്ല. അയ്യോ, പിന്നെ അപ്പൂപ്പൻ എന്തോ ചെയ്തു? അമ്മൂമ്മ ഓർത്ത് ജീവിതകാലം മുഴുവൻ ലിവറും പിടിച്ചോണ്ട് ഇങ്ങനെ നിന്നു. പാവം ലിവർ, പാവം അപ്പൂപ്പൻ.